Remembering someone is so great. Here we are discussing a tribute to a long bosom friend, and the name of the chapter is Light on a Dark Lady by Anne Piper. It is a chapter that is included in the AEC for Science. Science AEC എടുത്തവർക്കുള്ള പേപ്പറാണ്, അതിലെ ചാപ്റ്ററാണ് Light on a Dark Lady, and it was written by Anne Piper. Anne Piper is an inspiring British leader and educationalist. വളരെ പ്രശസ്തിയായ ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ്, അതേപോലെ തന്നെ ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് ആണ് ആൻ പൈപ്പർ. ആൻഡ് ദിസ് എ ലൈറ്റ് ഓൺ എ ഡാർക്ക് ലേഡി ഇസ് എ ട്രിബ്യൂട്ട് ടു ഹർ ലൈഫ് ലോങ് ഫ്രണ്ട് റോസാലിൻ ഫ്രാങ്ക്ലിൻ. റോസാലിൻ ഫ്രാങ്ക്ലിൻ എന്ന തന്റെ സുഹൃത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ചാപ്റ്ററാണ്, അവരെ ഓർമ്മിച്ചുകൊണ്ട് എഴുതിയ ഒരു ചാപ്റ്ററാണ് ലൈറ്റ് ഓൺ എ ഡാർക്ക് ലേഡി. ആ സുഹൃത്തിന്റെ പേര് റോസാലിൻ ഫ്രാങ്ക്ലിൻ. ഇറ്റ് റിഫ്ലെക്ട്സ് ഹർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. ഈ ചാപ്റ്ററിലൂടെ അവരുടെ പ്രൊഫഷണൽ ലൈഫ് കാണാം, അതേപോലെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് റോസാലിൻ ഫ്രാങ്ക്ലിൻ വാസ് എ ബ്രിട്ടീഷ് കെമിസ്റ്റ് ആൻഡ് എക്സ്റേ crystallographer who made substantial contributions in the understanding of the molecular structure of DNA. DNA സ്ട്രക്ചറിൽ പരീക്ഷണം നടത്തിയ, ഗവേഷണം നടത്തിയ വ്യക്തിയാണ് റോസാലിൻ ഫ്രാങ്ക്ലിൻ. അതേപോലെ തന്നെ ഷീ ഈസ് എ ബ്രിട്ടീഷ് കെമിസ്റ്റ് ആൻഡ് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫർ. ആൻഡ് DNA ആൻഡ് RNA. DNA നമുക്കറിയാം ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അതേപോലെ തന്നെ RNA റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇതിന്റെ സ്ട്രക്ചറിൽ ഗവേഷണം നടത്തിയ വ്യക്തിയാണ് റോസാലിൻ ഫ്രാങ്ക്ലിൻ. അവരെ ഓർമ്മിച്ചുകൊണ്ട് എഴുതിയ ഒരു എസ്സേ ആണിത്. ആൻഡ് she also conducted experiments on viruses, coal and graphite. റോസാലിൻ ഫ്രാങ്ക്ലിൻ എക്സ്റേ, അതേപോലെ തന്നെ DNA, RNA ഇവയിലൊക്കെ ഗവേഷണം നടത്തി. അതോടൊപ്പം തന്നെ വൈറസുകളിൽ, അതില് ടുബാക്കോ മൊസൈക്ക് വൈറസ് എന്ന ആ വൈറസിൽ അവർ ഗവേഷണം നടത്തി. അതേപോലെ തന്നെ കോൾ ആൻഡ് ഗ്രാഫൈറ്റ്. ആൻഡ് ഹെർ pioneering work in DNA was tragically ended with her untimely death from cancer in 1958. അവരുടെ ആ DNA സ്ട്രക്ചർ കണ്ടെത്താനുള്ള പരീക്ഷണം അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല, കാരണം അൺടൈംലി ഡെത്ത് ആയിരുന്നു അവരുടേത്. 1958 ക്യാൻസർ ബാധിച്ച് മരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ ഒരു ഗവേഷണം അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. And she is really the unsung hero in the history of science. ശാസ്ത്രത്തിന്റെ മേഖലയിൽ ആരും അറിയപ്പെടാതെ പോയ ഒരു നായികയാണ് റോസാലിൻ ഫ്രാങ്ക്ലിൻ. Franklin's achievements were frequently being overshadowed by gender prejudices of her time. റോസാലിൻ ഫ്രാങ്ക്ലിന്റെ കാലഘട്ടം നമുക്കറിയാം, 1950s. ആ ഒരു കാലഘട്ടം, 50s ആ കാലഘട്ടം എന്നത് ഇറ്റ് ഈസ് പാട്രിയാർക്കൽ പീരീഡ്, അല്ലെങ്കിൽ പാട്രിയാർക്കൽ സൊസൈറ്റി. ആ ഒരു ജെൻഡർ പ്രജുഡിസ്, സ്ത്രീകൾ അധികം മുന്നോട്ട് വരാത്ത ഒരു സമയമാണ്, അതായത് പുരുഷാധിപത്യമുള്ള സമൂഹം. ആ ഒരു കാലഘട്ടത്തിലാണ് അവര് ഈ ഒരു ഗവേഷണമായിട്ട് മുന്നോട്ട് വന്നത്. ആൻഡ് പൈപ്പർ ഹൈലൈറ്റ്സ് ഫ്രാങ്ക്ലിൻസ് മാജിക് കോൺട്രിബ്യൂഷൻസ് എസ്പെഷ്യലി ഡ്യൂറിംഗ് ഹർ ടൈം ആസ് കിങ്സ് കോളേജ് ലണ്ടൻ ആൻഡ് ഹർ ടൈം ഇൻ പാരീസ്. അവരുടെ കാലഘട്ടങ്ങളിൽ, അതായത് കിങ്സ് കോളേജിലെ പഠന കാലഘട്ടം, അതേപോലെ തന്നെ പാരീസിലുള്ള കാലഘട്ടം, ഈ കാലയളവിലൊക്കെ അവരുണ്ടാക്കിയ നേട്ടങ്ങളാണ് ആൻ പൈപ്പർ ഈ ഒരു എസ്സേയിലൂടെ വെളിപ്പെടുത്തുന്നത്. ആൻ പൈപ്പർ റിവീൽസ് Franklin's experiments or experiences at Cambridge, her personal and professional life including her friendship with Adrian Bell, her political and religious views, etc. ഈ എസ്സേയിലൂടെ റോസാലിൻ ഫ്രാങ്ക്ലിന്റെ കേംബ്രിഡ്ജിലുള്ള ജീവിതം, അതേപോലെ തന്നെ അവരുടെ പേഴ്സണൽ ലൈഫ്, അതായത് അഡ്രിൻ വെയിൽ എന്ന ലേഡിയുമായിട്ടുണ്ടായിരുന്ന അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അതേപോലെ തന്നെ പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫ്, ഇതൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. During the time of Rosalind Franklin, there was prejudices against women scientists. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, patriarchal or male dominated society ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. And she spent 2 years at King's College London working on DNA. DNA സ്ട്രക്ചറിന്റെ പഠനമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ
ഷീ സ്പെൻഡ് 2 years അറ്റ് കിങ്സ് കോളേജ് ലണ്ടനിലെ കിങ്സ് കോളേജിൽ 2 വർഷം അവിടെ ചെലവാക്കി. ആൻഡ് ഷീ ഈസ് എ വെരി പ്രൈവറ്റ് ആൻഡ് സ്ട്രിക്റ്റ്ലി കമ്പാർട്ട്മെന്റലൈസ്ഡ് പേഴ്സൺ. വളരെ ഒതുങ്ങിക്കൂടിയ പ്രകൃതമുള്ള വ്യക്തിയാണ് റോസാലിൻ ഫ്രാങ്ക്ലിൻ. ആൻഡ് ബോത്ത് റോസാലിൻ ആൻഡ് ഓദർ were classmates at St. Paul's Girls' School and both were together for learning maths, French, Latin and science. ആൻഡ് പൈപ്പറിന് ഇവരെ, അതായത് റോസാലിൻ ഫ്രാങ്ക്ലിനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് സെന്റ് പോൾസ് ഗേൾസ് സ്കൂളിൽ നിന്നാണ്. ക്ലാസ്മേറ്റ്സ് ആണ്. അവര് ഒരുമിച്ചാണ് മാത്സ്, ഫ്രഞ്ച്, ലാറ്റിൻ, സയൻസ് തുടങ്ങിയവ പഠിക്കാനുണ്ടായിരുന്നത്. ആൻഡ് ദേ എൻജോയ്ഡ് സ്പോർട്സ് ആൻഡ് ദേ മെമ്പേഴ്സ് ഓഫ് സ്കൂൾ ടീംസ്. അവര് സ്പോർട്സ് ഇഷ്ടമാണ് രണ്ടുപേർക്കും. അതേപോലെ നിരവധി സ്കൂൾ ടീമുകളിൽ നിരവധി തവണ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കൂൾ ടീമിൽ അംഗമാണ്. അതേപോലെ സ്പോർട്സിന് പുറത്തൊക്കെ പോയിട്ട് പങ്കെടുക്കുന്ന കുട്ടികളാണ് ഇവർ രണ്ടുപേരും. ആൻഡ് ഷീ സ്റ്റഡീഡ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സ്. ഡ്യൂറിംഗ് 1930s, when Hitler's persecution of the Jews had increased, Franklin spent more time working with the German Jewish Refugee Committee in Woburn Square in Germany. അതായത് ഹിറ്റ്ലറിന്റെ യഹൂദന്മാരെ കൊണ്ടുകൊടുക്കുന്ന ജ്യൂസ് പെർസിക്യൂഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു ക്യാമ്പിൽ, റെഫ്യൂജി ക്യാമ്പില് എന്താണ് സന്നദ്ധ സേവകയായിട്ട് ഒരുപാട് കാലം പ്രവർത്തിച്ചതും നമ്മുടെ ഫ്രാങ്ക്ലിനാണ്. അതായത് സന്നദ്ധ സേവനത്തിനായിട്ട് അവിടെ പരിക്കേറ്റ ആളുകളെയും അതേപോലെ തന്നെ ഒരുപാട് യഹൂദന്മാരെ കൊന്നൊടുക്കിയ ഒരു കാലഘട്ടമാണ് ഹിറ്റ്ലറിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സന്നദ്ധ സേവകയായിട്ട് സേവന പ്രവർത്തനവുമായിട്ട് മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു റോസാലിൻ ഫ്രാങ്ക്ലിൻ. And in Franklin's family, there were many ladies who contributed a lot to the public work. റോസാലിൻ ഫ്രാങ്ക്ലിന്റെ കുടുംബത്തിൽ തന്നെ ധാരാളം സ്ത്രീകൾ, നമ്മൾ പറഞ്ഞു ആ കാലഘട്ടം ഇറ്റ് ഇസ് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി, ബട്ട് ഹർ പാരൻസ് ആർ എഡ്യൂക്കേറ്റഡ്, വെൽ എഡ്യൂക്കേറ്റഡ്, ആൻഡ് എന്താണ് ഹർ ഫാമിലി മെമ്പേഴ്സ് ഓർ ദ വിമൻ ഇൻ ഹർ ഫാമിലി കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട് ടു ദ പബ്ലിക് വർക്ക്. പൊതുവെ സന്നദ്ധ പ്രവർത്തനത്തിന് ആരും ഇറങ്ങാത്ത ഒരു കാലഘട്ടമാണ്. അതായത് ലേഡീസ് ഇറങ്ങാത്ത ഒരു കാലഘട്ടത്തിൽ അവരുടെ ആ ഒരു എന്താണ് നല്ല കുടുംബം, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള കുടുംബം അവർക്ക് അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അതായത് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള പെർമിഷൻ ഒക്കെ കൊടുത്തു. ആൻഡ് അറ്റ് കേംബ്രിഡ്ജ്, റോസാലിൻ വർക്ക്ഡ് എക്സെപ്ഷണലി ഹാർഡ് throughout her undergraduate years, but in the finals she didn't fulfill the expectations of her tutors, friends and family and just failed to get the first. കേംബ്രിഡ്ജില് അവര് നമ്മൾ പറഞ്ഞു 2 വർഷം കിങ്സ് കോളേജ് ലണ്ടനിൽ പഠിച്ചു. അതിനുശേഷം പിന്നീട് കേംബ്രിഡ്ജിലെത്തി. കേംബ്രിഡ്ജില് വളരെ ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷേ 1ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. എല്ലാവരും പ്രതീക്ഷിച്ചത് 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ടീച്ചേഴ്സും അതേപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വിചാരിച്ചത്. പക്ഷെ ആ ഒരു നിലയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. But she never considered her failure as a failure, and she done her PhD under the supervision of Ronald Norrish. റൊണാൾഡ് നോറിഷ് എന്ന വ്യക്തിയുടെ അണ്ടറിലാണ് അവര് PhD ചെയ്യുന്നത്. And during this period, she helped to run a hostel established by a French refugee at Dringal. ഈ ഒരു കാലഘട്ടത്തിൽ PhD ചെയ്യുന്ന സമയത്താണ് ഫ്രഞ്ച് റെഫ്യൂജി ആയിട്ടുള്ള അഡ്രിൻ വെൽ നടത്തുന്ന ഒരു ഹോസ്റ്റലില് അവരെ സഹായിക്കാനായിട്ട് അവരെത്തുന്നത്. അവിടെ വെച്ചാണ് അഡ്രിൻ വെയിലുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. And they become good friends, and Adrian, a scientist, helped Rosalind to emerge from her formal family background and traditional schooling at St. Paul's, and she helped to improve Rosalind's political ideas and religious beliefs. ഈ ഒരു കാലഘട്ടത്തിൽ അഡ്രിൻ വെയിൽ റോസാലിനെ ഒരുപാട് സഹായിക്കുന്നു. അതായത് അവരുടെ നമ്മൾ പറഞ്ഞു ഓർത്തഡോക്സ് ഫാമിലി ആണെങ്കിലും സ്ത്രീകൾക്ക് ഫ്രീഡം ഉണ്ട്. അങ്ങനെ ആ ഒരു ട്രഡീഷണൽ ബിലീഫിൽ നിന്നും അതേപോലെ തന്നെ ആ ഓർത്തഡോക്സ് കാഴ്ചപ്പാടിൽ നിന്നും ഒക്കെ മുന്നോട്ടേക്ക് വരാനും അതേപോലെ തന്നെ സെന്റ് പോൾസ് ഗേൾസ് സ്കൂളിലെ ആ ചിട്ടാവട്ടങ്ങളിൽ നിന്നൊക്കെ മുന്നോട്ടേക്ക് വരാൻ അവരെ പ്രേരിപ്പിച്ചത് ഈ അഡ്രിൻ വെയിലിന്റെ ഉപദേശങ്ങളായിരുന്നു. ആൻഡ് ഇൻ 1942 റോസാലിൻഡ് ആൻഡ് പൈപ്പർ ലെഫ്റ്റ് കേംബ്രിഡ്ജ്. 1942 റോസാലിൻഡും അതേപോലെ തന്നെ നമ്മുടെ ആൻ പൈപ്പർ ഓദറും കേംബ്രിഡ്ജ് വിടുന്നു. ആൻഡ് ബിഗാൻ ടു ഡു വാർ വർക്ക്. അവര് വാർ വർക്കിലേക്ക് ഏർപ്പെടുന്നു. ആൻഡ് റോസാലിൻ ജോയിൻഡ്
BCURA, British Coal Utilization Research Association, and conducted research on the structure of carbons. ആ കേംബ്രിഡ്ജ് വിട്ടതിന് ശേഷം റോസാലിൻഡ് BCURA കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അതായത് ഒരു അസോസിയേഷൻ ആണ്, ബ്രിട്ടീഷ് കോൾ യൂട്ടിലൈസേഷൻ റിസർച്ച് അസോസിയേഷൻ. അവിടെ വർക്ക് ചെയ്യുന്നു. അവിടെ കാർബൺ സ്ട്രക്ചർ ആണ് അവരുടെ വിഷയം. ആൻഡ് പൈപ്പർ വർക്ക്ഡ് ഫോർ BAC, Bristol Aircraft Corporation, and later became the staff of Bristol University as an assistant professor in applied mathematics. ആൻഡ് പൈപ്പർ അവിടെ നിന്ന് BSc വർക്ക് ചെയ്യുന്നു. പിന്നീട് ബ്രിസ്റ്റൽ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ആൻഡ് പൈപ്പർ മാറുന്നു. ആൻഡ് ആഫ്റ്റർ മാരേജ് പൈപ്പർ ലെഫ്റ്റ് ദ യൂണിവേഴ്സിറ്റി ആൻഡ് കം ടു ലിവ് ഇൻ ലണ്ടൻ. ആൻഡ് പൈപ്പർ അവിടെ നിന്നും വിവാഹത്തിന് ശേഷം പാരീസ് വിട്ട് ലണ്ടനിലേക്ക് താമസമാകുന്നു. ആൻഡ് റോസാലിൻ സ്പെൻഡ് 4 years ഇൻ പാരീസ്. റോസാലിൻ 4 വർഷം പാരീസിൽ സ്പെൻഡ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് എ ഹാപ്പി ആൻഡ് പ്രൊഡക്റ്റീവ് പീരീഡ് ഇൻ ഹർ ലൈഫ്. റോസാലിൻ ഫ്രാങ്ക്ലിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപ്രദമായ 4 വർഷങ്ങളാണ് പാരീസിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഷി വാസ് പ്രൈമർലി ആൻ എക്സ്റേ ക്രിസ്റ്റാലോഗ്രാഫർ ആൻഡ് ഓൾസോ റിലേറ്റഡ് ടു മെറ്റലർജി ആൻഡ് മിനറലോജി. മിനറലോജി തുടങ്ങിയ മേഖലകളിലാണ് അവർക്ക് പഠനം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ എക്സ്റേ ക്രിസ്റ്റാലോഗ്രാഫർ ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. DNA സ്ട്രക്ചർ കണ്ടുപിടിക്കുകയാണ് അവരുടെ മെയിൻ ഉദ്ദേശം. ആൻഡ് ഷി വാസ് അട്രാക്റ്റഡ് ടു എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്. And Sir John Randall, Professor of Physics and Director of the MRC Biophysics Research Unit, appointed her to do her research and expand a new X-ray diffraction unit. ഈ സമയത്ത് പാരീസിൽ അവർക്ക് സഹായത്തിനായിട്ട് വരുന്നത് സർ ജോൺ റാൻഡൽ എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഫിസിക്സ് പ്രൊഫസർ ആണ്. അതേപോലെ തന്നെ MRC ബയോ ഫിസിക്സ് റിസർച്ച് യൂണിറ്റിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം റോസാലിൻ ഫ്രാങ്ക്ലിനെ ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ യൂണിറ്റ് തുടങ്ങാൻ പെർമിഷൻ കൊടുക്കുന്നു. അതിനുള്ള സാഹചര്യം, അതിനുള്ള എല്ലാ സേവനങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു. ആൻഡ് റോസാലിൻ ഡ്രാഫ്റ്റഡ് എ പേപ്പർ റിഗാർഡിംഗ് ഡബിൾ ഹെലിക്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ദ ബി ഫോം വാസ് ഹെലിക്കൽ ആൻഡ് കംപ്രൈസ്ഡ് എ കോക്സിക്കൽ ചെയിൻ ഇൻ ദ ഡബിൾ ഹെലിക്സ്. പിന്നീട് അവർ മനസ്സിലാക്കുന്നു ഡബിൾ ഹെലിക്സ് ആണ്, DNA സ്ട്രക്ചറിൽ ഡബിൾ ഹെലിക്സ് ആണുള്ളത്. അതിൽ A ഫോം B ഫോം എന്ന് പറഞ്ഞ് തിരിച്ചിട്ട് അതിൽ B ഫോമിന് കോക്സിക്കൽ ചെയിൻ അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന്, ആ കോക്സിക്കൽ ചെയിൻ രൂപത്തിലാണ് ഉള്ളത് എന്നും അവർ കണ്ടെത്തുന്നു. ആൻഡ് ഹെർ അപ്രോച്ച് വാസ് ബേസ്ഡ് ഓൺ എക്സ്റേ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓഫ് ബോത്ത് A and B ഫോം ഓഫ് സോഡിയം സോൾട്ട് ഓഫ് DNA. സോഡിയം സോൾട്ട് ഓഫ് DNA അത് ആ ഒരു ഗവേഷണം നടത്തി അതിൽ A ഫോം B ഫോം എന്ന് തിരിച്ചിട്ട് അതിൽ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. She also continued her work on the tobacco mosaic virus, which was started by Baron in 1955. 1955 ബർമാൻ തുടങ്ങിയ ഒരു കണ്ടുപിടുത്തമാണ് ടുബാക്കോ മൊസൈക് വൈറസ് കണ്ടുപിടുത്തം. ആ ഗവേഷണം അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ അവർ തുടരുന്നു. ആൻഡ് ഇൻ 1962 നോബൽ പ്രൈസ് വാസ് ഡിക്ലെയർഡ് ഫോർ മെഡിസിൻ ഓർ ഫിസിയോളജി ടു ഫ്രാൻസിസ് HC ക്രിക്ക്, ജെയിംസ് D വാട്സൺ ആൻഡ് മോറിസ് HC വിൽക്കിൻസ് ആസ് ഫോർ സോൾവിംഗ് ദ സ്ട്രക്ചർ ഓഫ് DNA സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന്റെ പേരിൽ 1962 3 പേർക്ക് നോബൽ സമ്മാനം കിട്ടുന്നു. ആരൊക്കെയാണ്? ഫ്രാൻസിസ് HC ക്രിക്ക്, James D. Watson and Morris HC Wilkins. And Rosalind couldn't get a share of it as it cannot be awarded posthumously. ആ സമയമായപ്പോഴേക്കും റോസാലിൻ ഫ്രാങ്ക്ലിൻ ക്യാൻസർ മൂലം മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ പോസ്റ്റുമസ് ആയിട്ട് മരണശേഷം നോബൽ സമ്മാനം കൊടുക്കാൻ അനുമതി ഇല്ലാത്തത് കൊണ്ട് തന്നെ റോസാലിന് ആ ഒരു നോബൽ സമ്മാനം കിട്ടിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു DNA സ്ട്രക്ചറിന്റെ ഒരു നിർണായകമായ കണ്ടുപിടുത്തം നടത്തിയത് റോസാലിൻ ഫ്രാങ്ക്ലിൻ ആണ്. പക്ഷേ അവർക്ക് ആ ഒരു അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം മരണശേഷം ആ അവാർഡ് കൊടുക്കാനുള്ള അനുമതിയില്ല. അപ്പോഴേക്കും അവര് മരണപ്പെട്ടിരുന്നു. ആൻഡ് പൈപ്പർ റോട്ട് ദിസ് ചാപ്റ്റർ ആസ് എ ട്രിബ്യൂട്ട് ടു റോസാലിൻ ഹർ ബോസം ഫ്രാങ്ക്. അങ്ങനെ നോബൽ സമ്മാനം കിട്ടാതായി പോയ റോസാലിൻ ഫ്രാങ്ക്ലിന് വേണ്ടി ഒരു ട്രിബ്യൂട്ട്, ഒരു അർപ്പണം എന്ന നിലയിൽ ആൻ പൈപ്പർ എഴുതിയ എസ്സേ ആണ് ലൈറ്റ് ഓൺ എ ഡാർക്ക് ലേഡി. ആൻഡ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങള്
കോൺട്രിബ്യൂഷൻസ് ഓഫ് ആൻ പൈപ്പർ, ആൻ പൈപ്പറിന്റെ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: വാട്ട് ആർ ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് റോസാലിൻ ഫ്രാങ്ക്ലിൻ, റോസാലിൻ ഫ്രാങ്ക്ലിന്റെ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണ്. പിന്നീട് എക്സ്പ്ലെയിൻ ഹർ ലൈഫ് അറ്റ് പാരീസ്, അത് ചോദിക്കാം. അതേപോലെ എക്സ്പ്ലെയിൻ ഹർ ലൈഫ് അറ്റ് കേംബ്രിഡ്ജ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഹർ ലൈഫ് അറ്റ് കിങ്സ് കോളേജ് ലണ്ടൻ, ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. പിന്നീട് എക്സ്പ്ലെയിൻ ദ എസ്സേ ആസ് എ ട്രിബ്യൂട്ട് ടു ദ ബോസം ഫ്രണ്ട് റോസാലിൻ ഫ്രാങ്ക്ലിൻ ബൈ ആൻ പൈപ്പർ, അതിന് എക്സ്പ്ലെയിൻ ചെയ്ത എസ്സേ ആയിട്ട് ചോദിക്കാം. These are the main points. Hope you enjoyed it. Thank you.